എന്തൊരു മാമ ചുമ്മാ എടേ കുറച്ച് തെങ്ങിൽ നിന്ന് ഉണങ്ങി വിഴുന്ന് കിടക്കണം. അതിനെ ഒരു ചാക്കിൽ പറക്കി കെട്ടി വീട്ടിൽ കൊണ്ടുപോടെ. പ്രാട്ടിയേ എടാ പ്രാട്ടി ചേർക്ക. എന്തിനു മാമ? ഞാൻ ഈ പറഞ്ഞൊന്നും കേട്ടില്ലാടാ. എന്തിനു പറഞ്ഞത്? കുറേ തേങ്ങ ഉണങ്ങി വിളയി കിടക്കണം. അതിനെ ഒരു ചാക്കിൽ കെട്ടി വീട്ടിൽ കൊണ്ടുപോടെ. ഞാൻ എനിക്കിപ്പോൾ പറ്റില്ല, നാളെ വല്ലതും കൊണ്ടു കൊടുക്കാം. അതെന്ത് ഇന്ന് എന്തൊരു പറ്റി എനക്ക്? ഞാൻ മൊബൈലിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. മൊബൈൽ എന്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം. എടാ ചെറുക്ക, ഓണമായിട്ട് മൊബൈലിൽ കുത്തി കളിക്കാതെ 10 രൂപ ചക്രത്തിന് ജോലി ചെയ്ത് ആ പൈസ വീട്ടിൽ കൊണ്ടുപോടാ. എൻ്റെ മാമ, ഞാൻ 10 രൂപ ചക്രം കിട്ടാൻ വേണ്ടിയുള്ള ജോലിയാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ കുത്തി കളിച്ചെന്നും പറഞ്ഞ് പൈസ കിട്ടുമോ? എൻ്റെ പൊന്നു മാമ, ഇത് കുത്തിക്കളിക്കുന്നതല്ല. പിന്നെന്തൊരു കളി? ഈ വിവാഹ വാർഷികത്തിനൊക്കെ പോസ്റ്റ് ഇടൂലേ, വാ അങ്ങനെ ഞാൻ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ നിന്റെ വിവാഹ വാർഷികോ? എൻ്റെ അല്ല, പിന്നെ നമ്മളെ ബൈക്ക് വിളയിൽ അനുക്കുട്ടൻ്റെ. ആഹാ, ഓ അന്ന് അവന് ഇട്ടാ പോലെയായിരുന്നാ? മാമ, ഈ അടിക്കുറിപ്പ് കൊടുക്കണേലാണോ മാമ ഏറ്റവും കൂടുതൽ ലൈക്കും കമൻ്റൊക്കെ കിട്ടണത്? അയ്യോ, അത് ശരി. ഓ ആ, അപ്പം നിനക്കറിയാം അല്ലേ അതൊക്കെ? പിന്നെ ഞാൻ ഒരു ഫോട്ടോ ഇട്ടേ മാമ. ആ, പക്ഷെ അടിക്കുറിപ്പ് ആ ഞാൻ ഒരെണ്ണം കൊടുത്ത്. ആ, എന്തിനാണ് മാമൻ കേക്കട്ടെ? ഇണങ്ങിയും പിണങ്ങിയും ആ 13ാം വർഷത്തിലേക്ക് നമ്മൾ ഒരുമിച്ച്. അയ്യയ്യയ്യയ്യയ്യേ, എന്തുവാ മാ? ഒട്ടും കൊള്ളൂല്ലടാ. അതൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ എഴുതി വിടണമല്ലേ. ഇപ്പം എന്തിരിയും? നീ ഇപ്പം എന്തരീ വേറെ എന്തെങ്കിലും നോക്ക്. കിട്ടി മാമ, കിട്ടി. അയ്യോ, കിട്ടിയെങ്കിൽ താഴെ ഇടരുത്, പൊട്ടി പോവും. നിങ്ങൾ പറയണാക്കി. ആ 13ാം വർഷത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങി. ആ, എന്താ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുകയൊന്നുമില്ലേ? മാമ, 13 വർഷമായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. ആ, അങ്ങനെ യാത്ര പൊക്കോണ്ടിരിക്കുകയാണ്. ആ, അത് ചുമ്മാ പോട്ടെ, അതും ഒട്ടും കൊള്ളൂല്ലടാ. മാമ കിട്ടി മാമ, വേറൊരു ഐറ്റം കിട്ടി, വേറൊരു ഐറ്റം. ഓ, ഇതെങ്കിലും താഴെ ഇടാതെ കൃത്യമായിട്ട് എഴുതി വിട. എന്നെ സഹിച്ചതിന് എൻ്റെ പ്രിയതമയ്ക്ക്. ആ, എന്നെ ഉമ്മമ്മയ്ക്കാണെന്നും വരല്ലേ? പോയിക്കളവ, നിങ്ങളല്ല ഉമ്മ വെച്ചത്. പിന്നെ ആരേ? മാമ, ഈവൻ അവളെ ഉമ്മ വെക്കണതാണ് ഞാൻ പോസ്റ്റിൽ ഇട്ടേക്കണത്. അയ്യയ്യേ, ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ മഹാ പങ്കം മാനക്കേട്. ഇനിയിപ്പോൾ എന്തിനു ചെയ്യാൻ പോലെ ചക്രം കിട്ടുന്ന കേസാണ്. അയ്യയ്യേ, നിന്നെ കൊണ്ടിരുന്നൊന്നും പറ്റൂല. നിങ്ങൾ വല്ലൊരു ഐഡിയ പറഞ്ഞു തരും മാമ. എനിക്കൊറ്റ ഐഡിയ ഉള്ളൂ. എന്തിനാ മാമ? ഞാൻ പറയില്ല. പറയ്. കൊരച്ചും വാലാട്ടിയും 13ാം വർഷത്തിലേക്ക്. എന്തിന്? കൊരച്ചും വാലാട്ടിയും 13ാം വർഷത്തിലേക്ക്. മാമ, ഇതൊക്കെ വൃത്തിയിട്ടത് മാമ, ഇതൊന്നും എഴുതിയാൽ പറ്റൂല. എങ്കിൽ ഞാൻ പിന്നെ അവൻ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഇത് വൃത്തികേടൊന്നും അല്ല, പിന്നെ സത്യസന്ധമായ കാര്യമാണ് മാമൻ പറയുന്നത്. ഇതിലെന്തിന് സത്യസന്ധത ഇരിക്കണ്? എടാ, കല്യാണം കഴിയുമ്പം അവള് കൊരയ്ക്കും, മറ്റവൻ വാലാട്ടിക്കൊണ്ട് അവളെ പിറകെ നടക്കും. ഇതൊന്നും ശരിയാവൂല മാമ. എടാ, അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വേണ്ട മാമ, നിങ്ങളൊന്നും വേണ്ട എനിക്ക്. അടുത്ത ഐറ്റം കിട്ടി എനിക്ക്. അയ്യോ, എന്തിനാണ്? താങ്ങും തണലുമായി 13ാം വർഷത്തിലേക്ക്. എങ്ങനെയുണ്ട്? താങ്ങും തണലുമായി 13ാം വർഷത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച്. അയ്യോ, എന്തോ മാമ? ഇതിപ്പോ ആർക്ക് വേണ്ടിയാണ് എഴുതിയേക്കുന്നത്? ഇത് ബൈക്ക് വിളയിൽ അനുക്കുട്ടായി. അവനെ അന്വേഷിച്ചാണ് ഞാൻ ഇപ്പൊ ജനറൽ ആശുപത്രിയിൽ പോയിട്ട് വന്നത്. നിങ്ങളെന്തിനു ജനറൽ ആശുപത്രി അവനെ കാണാൻ പോയത്? എടേ, നീ ഇപ്പൊ എഴുതിയില്ലേ താങ്ങും തണലും? അത് അച്ചട്ടാടാ അവന്. അതിന് അതേപോലെ ഫലിച്ചെന്ന്. നിങ്ങൾ എന്തിനാ പറയണേ? വ്യക്തമായിട്ട് പറയുന്ന അങ്ങോട്ട്. എടാ, 13ാം വർഷം അല്ലേ ഇന്ന് അവന്റെ 13ാം വർഷം. ഇന്നലെ രാത്രി വെള്ളം വാങ്ങിച്ച് കുടിച്ചോണ്ട് അവ എന്തരോ വീട്ടിൽ ചെന്ന് ചച്ചിലുണ്ടാക്കി. അവള് ചിരവെടുത്ത് ഒരു താങ്ങി കൊടുത്ത്. എന്നിട്ടാ 12 തയ്യല് തലയില് തന്നെ. വാ, ഇപ്പൊ താങ്ങും തണലുമായിട്ട് ജനറൽ ആശുപത്രി കിടക്കണ് തന്നെ. വാ.